ലൈഫ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും. Are you happy about your studies? Are you following the tips that we have given to you? നിങ്ങൾക്ക് പറഞ്ഞു തന്ന ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇന്ന് നമുക്കറിയാം, നമ്മൾ സ്റ്റഡി മെഡിറ്റേഷനെ കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിരുന്നു. ഇനി എന്തിനാണ് നമ്മൾ സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യുന്നത്? സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് എന്താണ് സംഭവിക്കുക, അതിലൂടെ നമുക്ക് എന്താണ്, എപ്പോഴും നമ്മൾ ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഈ സ്റ്റഡി മെഡിറ്റേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുക. സ്റ്റഡി മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറിൻ്റെ പ്രിഫ്രണ്ടൽ ലോബ് ഓഫ് ദ ബ്രെയിനിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. ഈ പ്രിഫ്രണ്ടൽ ലോബ് ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഡിസിഷൻ മേക്കിംഗ്, കോഗ്നിറ്റീവ് ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഒത്തിരി ചേഞ്ചസ് സംഭവിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. സ്റ്റഡി മെഡിറ്റേഷൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അതെടുത്ത് നമ്മൾ ചെയ്താൽ മാത്രം മതി. അത് മ്യൂസിക് എല്ലാം കൂടി നമ്മൾ വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്ത് കിടന്നുറങ്ങുക. കാരണം നമ്മൾ ഇന്നാളെ ഞാൻ പറഞ്ഞിരുന്നു, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആണത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ കാണുന്ന പോസിറ്റീവായ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്ട്രെങ്തൻസ് ദ പ്രിഫ്രണ്ടൽ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രിഫ്രണ്ടൽ ലോബിനെ അത് സ്ട്രെങ്തൻ ചെയ്യും. അതുവഴിയായിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതുകൊണ്ട് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ അത് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റഡി മെഡിറ്റേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കൂടും. അതുവഴിയായിട്ട് എന്താണ്, നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഫോക്കസും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അടുത്ത ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സ്റ്റഡി മെഡിറ്റേഷൻ നമ്മുടെ മെമ്മറിയുടെ പവർ കൂടും. സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മെമ്മറി കൂടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമല്ലേ. മെമ്മറി കൂടി നമ്മൾ പഠിക്കാനൊക്കെ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ മെമ്മറി കൂടും സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതോടൊപ്പം നമുക്കറിയുന്നത് നമ്മൾ ഒത്തിരി സ്ട്രെസ്, അക്കാഡമിക് പോലുള്ള സ്ട്രെസ്സിലൂടെയൊക്കെ നടക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ്, സ്റ്റഡി സ്ട്രെസ്സും അക്കാഡമിക് സ്ട്രെസ്സും അക്കാഡമിക് ആൻസൈറ്റിയൊക്കെ ഉണ്ട്, അതൊക്കെ കുറയ്ക്കാനായിട്ട് സ്റ്റഡി മെഡിറ്റേഷന് പറ്റും. നമ്മൾ ഈ സ്റ്റഡി മെഡിറ്റേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് ഉണ്ട്, അത് നമ്മൾ ആൽഫ വേവ്സ് ആണ്. അതിനെ സ്റ്റഡി മ്യൂസിക് എന്നാണ് പറയുക. ഈ വേവ്സ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ തലച്ചോറിലൂടെയുള്ള സെല്ലുകളിലൂടെ ഇത് ട്രാവൽ ചെയ്യും. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇതുവഴിയായിട്ട് നമുക്ക് റിലാക്സേഷൻ കിട്ടും, നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കുറയും, നമ്മുടെ ബ്രെയിനിൻ്റെ പവർ കൂടും, ഫോക്കസ് കൂടും, കോൺസെൻട്രേഷൻ കൂടും. അതുകൊണ്ട് സ്നേഹമുള്ള സ്റ്റുഡൻസ്, സ്റ്റഡി മെഡിറ്റേഷൻസ് നമ്മുടെ ഒരു ദിനചര്യയായിട്ട് നിങ്ങൾ മാറ്റി നോക്കിക്കേ. നിങ്ങൾ ഇപ്പം കിട്ടുന്ന പെർസെൻറ്റേജ് എഴുതി വെച്ചോ. സ്റ്റഡി മെഡിറ്റേഷൻ 90 ദിവസം ചെയ്തു. എന്തുകൊണ്ടാണ് 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്? ഇന്നാളത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതെല്ലാം ബയോളജിക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 90 ദിവസം നമ്മൾ ഈ സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ പഠന രീതിയിലും നമ്മുടെ പഠന ശൈലിയിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ സ്റ്റഡി മെഡിറ്റേഷൻ പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അക്കാഡമിക്കോ അല്ലെങ്കിൽ കരിയർ ആയിട്ടുള്ള ഹെൽപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താൽ മതി. അതുവഴിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. സമയം കിട്ടുമ്പോഴൊക്കെ നമുക്കതിൽ പരിശ്രമിക്കാം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ സ്റ്റുഡൻസും പഠിച്ച് നല്ല മിടുക്കന്മാരായി ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ദൈവം നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ.